നമസ്കാരം. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ 15 നാഴിക ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ജൂലൈ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 8-ലാണ് വ്യാഴം, 4-ൽ ശനി, 3-ൽ രാഹു. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അവസ്ഥയാണ്. എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. എങ്കിലും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയിൽ ചില നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാം. തൊഴിലിടത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകുക, മനസ്സിന് സന്തോഷമുണ്ടാകുക, ജോലി കൂടുതൽ സംതൃപ്തികരമായിട്ട് തോന്നുക, സ്ഥാനക്കയറ്റം, അനുകൂലമായ സ്ഥലം മാറ്റം, സാമ്പത്തിക പുരോഗതി, നേട്ടങ്ങൾ ഇതെല്ലാം വന്നു ചേരാൻ ഇടയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചാൽ അത് നേടാനായിട്ട് സാധിക്കുന്ന അവസരമാണ്. അന്യദേശങ്ങളിലും മറ്റും വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി, ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം, പല രീതിയിലുള്ള സൗകര്യങ്ങൾ, വീട്, ഇങ്ങനെ നല്ല അനുഭവങ്ങൾക്ക് ഇടയുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി വലിയ തോതിൽ വർദ്ധിക്കും. ലാഭകരമായി സാഹചര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. കൂടുതൽ ആദായമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയിൽ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാനും കച്ചവട അടിത്തറ കൂടുതൽ വ്യാപിപ്പിക്കാനുമുള്ള അവസരം ഉണ്ടാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. വിവാഹ ആലോചനകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ജൂലൈ മാസത്തിൽ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ വളരെ നിർണായകമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് നന്നായി ആലോചിച്ച് തന്നെ വേണം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് കാണുന്നത്. സമ്പൂർണമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് നല്ല പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്.